നിന്നെ എന്റെ വീടിന്റെ മൂത്ത മരുമകളായിട്ട് എന്റെ ചേച്ചി ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല. അപ്പോ അവര് ചെയ്തത് തെറ്റെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചതാ തെറ്റ്. എങ്കിലും എന്റെ ചേച്ചി നിന്നെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കയറി ചെല്ലുന്ന വീടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവളാ യഥാർത്ഥ മരുമകൾ. നിന്നെ കൊണ്ടത് ഒരിക്കലും കഴിയില്ലെന്ന് ഇന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ ഈ കൂട്ടുകുടുംബത്തിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, എല്ലാവരെയും അമ്മയായി കണ്ട് ബഹുമാനിക്കുന്ന ഒരു നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയെ എന്റെ മകന്റെ ഭാര്യയായി ഞാൻ കൊണ്ടുവരും. വൈകാതെ നീ അത് കാണും. കാണാം നമുക്ക്. എങ്ങനെ നോക്കിയാലും ഈ വീടിന്റെ മരുമകളായിട്ട് ഞാൻ തന്നെ ആവണം. എങ്ങനെയെങ്കിലും ചേച്ചി ഈ വീട്ടിലെ മരുമകളാക്കിയേ പറ്റൂ. ഈ പൈസ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. ചേട്ടാ, എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നേ? ഇന്നെന്താ ഷോപ്പിലേക്ക് പോണ്ടേ? ടിഫിനും റെഡി ആയിട്ടുണ്ട് സർ. മാഡം കൂടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ടിഫിൻ കഴിച്ച് ഷോപ്പിലേക്ക് പോവാം. എനിക്കിന്ന് ഷോപ്പിലേക്ക് വരാൻ വേണ്ടി മൂടില്ലടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഷോപ്പിൽ പോവാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? നിങ്ങളോടല്ലേ ചോദിക്കുന്നേ? എന്താന്ന് വെച്ചാ പറയേ. രണ്ടുപേരുടെയും മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നേ? ഇതിലും കൂടുതൽ ഇനി എന്ത് നടക്കാനാ അമ്മേ? ഞാൻ കാരണമല്ലേ എല്ലാവരുടെയും മുന്നിൽ ആനന്ദയ്ക്ക് ഈ അവസ്ഥ വന്നത്. ആ നന്ദി കെട്ടവൾ എന്തേലും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താ? ആ വിവരം കെട്ടവളെ മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ മോനല്ലേ? പ്രീതിയുടെ മനസ്സിൽ എന്താ നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മളത് മറ്റുള്ള ആരെയും അറിയിക്കാതെ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുക്കാന്ന് തന്നെ തീരുമാനിച്ചത് ആനന്ദ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ടാ. എന്ത് തെറ്റാണെന്നാ പറയുന്നേ നീ? അവനെ നമ്മൾ വളർത്തി വലിയ ആളാക്കി ഇപ്പൊ ബിസിനസ് ചെയ്യാൻ അറിയാതെ അവരുടെ ഇവരുടെ അടുത്തൊക്കെ പോയി കൈ നീട്ടി നിൽക്കുന്നത് അത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ മോൻ വിഷമിക്കണ്ടെന്ന് കരുതി സഹായിക്കാന്ന് വിചാരിച്ചത് തെറ്റാണെന്നാണോ? സഹായം ചെയ്യുന്നൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ? ഇങ്ങനെയുള്ളവർക്ക് സഹായം ചെയ്യുന്നത് തെറ്റ് തന്നെയാ. ആ അതെ അതെ, നീ വലിച്ചെറിഞ്ഞതുപോലെ എളുപ്പമായിട്ട് അവനോടുള്ള സ്നേഹത്തെ ഇവൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവൾ എന്ത് ചെയ്യണമെന്നാ? കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ആ എല്ലാ കാര്യങ്ങളും നീ ഇങ്ങനെ തന്നെ വിട്ടു കളഞ്ഞോ? നിനക്കുള്ള ഈ നല്ല ഗുണമാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അപമാനിക്കപ്പെട്ടത്. സഹായിക്കണമെന്നല്ലേ നീ വിചാരിച്ചേ? ഇപ്പൊ എന്താ ഉണ്ടായെന്നിട്ട് പഴി കേൾക്കേണ്ടി വന്നില്ലേ? എടാ വിവരമില്ലാത്തവനെ, നമ്മൾ ആകാശത്ത് നോക്കി തുപ്പിയാലേ അത് നമ്മുടെ മുഖത്തേക്ക് തന്നെയാ വീഴ. അതുപോലും അറിയാത്തവളാ എന്തോ വലിയ കാര്യം നേടിയെടുത്ത പോലെ വലിയ വർത്താനം പറയാ അവള്. ആനന്ദയെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന കുറച്ചു പേര് അവളുടെ കൂടെ ചേർന്ന് പല രീതിക്കും നമ്മളെ നശിപ്പിക്കാൻ നോക്കും. എന്നാലേ ആനന്ദ ഭൈരവി ആരാണെന്ന്, അവളുടെ മനസ്സെന്താണെന്നും അവളുടെ ഗുണം എന്താണെന്നും അവിടെ വന്നിരുന്ന മറ്റുള്ളവർക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എന്റെ മരുമകളെ കുറിച്ച് എനിക്ക് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുതുതായിട്ട് ആരും അറിയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല.
ആരാ എന്താന്നൊക്കെ നമ്മളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടത് നിന്റെ വിവരം കെട്ട മോൻ തന്നെയാ. അവൻ മാത്ര. ആനന്ദ, ആനന്ദ, എന്താ ചേട്ടാ, പണമാണോ? എനിക്കത് ആവശ്യമില്ല, തിരികെ കൊണ്ടുപോയിക്കോളൂ. അല്ല അത് വേണ്ട ആനന്ദ. ഇത് ആർക്കും ഒന്നിനും ഉപകാരപ്പെടാൻ പോകുന്നില്ല. ഇത് കത്തിച്ചിട്ട് നമുക്ക് കുളിര് കായാനേ പറ്റത്തുള്ളൂ. അങ്കിൾ എന്താ പണം കത്തിച്ച് കുളിര് കായാൻ പറയുന്നേ? നിന്റെ ചേട്ടത്തിയമ്മ തിരിച്ചു തന്നത് പണമല്ല മോളെ. നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, പണവും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്നെ അപമാനപ്പെടുത്തിയിട്ട് അവള് തിരിച്ചു തന്നത് വെറും വെള്ള പേപ്പർ മാത്രമാ. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം. എല്ലാവരുടെ മുന്നിലും അത്രയും സംസാരിച്ചിട്ട് ആ നശിച്ചവള് തിരിച്ചു കൊടുത്തത് ഈ പേപ്പർ കഷ്ണങ്ങളാണല്ലോ. അപ്പോ ഇവിടുത്തെ പൈസ വാങ്ങിയിട്ട് പുറത്തുള്ളവരോട് നിങ്ങളുടെ സഹായമേ വേണ്ടാന്നുള്ള പോലെ സംസാരിക്കുവോ? ഇത് എന്തൊരു മോശമാണ്. അവളുടെ ജീവിതം തന്നെ ഒരു കള്ളത്തരല്ലേ? എന്റെ മോനെ പറ്റിച്ച് കല്യാണം കഴിച്ചതല്ലേ അവൾ? ഓരോ തവണയും നീ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുന്നത് കൊണ്ടാ പ്രീതി വീണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവർക്ക് നിന്നെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നിന്റെ കാശാണ് ആവശ്യം. വിശ്വനാഥ എന്റെ കൂടെ വാ. ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വേണം വരാൻ. നീയും വാടാ. ചേട്ടാ ഒന്നവിടെ നിൽക്കേ. എന്തിനാ അവരെ തടയുന്നത്? നിന്റെ സഹായം അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പറയണമായിരുന്നു. വാങ്ങിക്കാത്തതുപോലെ അഭിനയിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്റെ പൈസ തിരിച്ച് തരുമെന്ന് വരെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ ഒരു പെണ്ണ്? ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണോ? അത് ശരിയാ ആനന്ദ. ഇതിൽ കൂടുതൽ നീ അവളോട് ക്ഷമിക്കാൻ നിന്ന അത് അവസാനം നീ തന്നെ അനുഭവിക്കേണ്ടി വരും. നോക്കിക്കോ. അങ്ങനെയുള്ളവൾക്കൊക്കെ 2 കവളിൽ ആഞ്ഞു തന്നെ കൊടുക്കണം. 2 കവിളിലും മാറി അടിക്കേണ്ടത് അവളെ അല്ല, ആ രോഹിതിനെയാ കണക്കിന് 4 കൊടുക്കേണ്ടത്. നീ പറഞ്ഞതും കറക്റ്റ് തന്നെയാ. അവനുള്ളതോ കഴുത ബുദ്ധിയായി പോയി. ഇവളുടെ ബുദ്ധി ഇത് എവിടെയാ പോയത്? അവനൊരു അല്പെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ കൊടുത്ത പൈസ എടുത്തിട്ട് അവന്റെ ഭാര്യ അത്ര പേരുടെ മുമ്പിൽ നിന്ന് അപമാനിച്ചപ്പോ കണ്ടുകൊണ്ട് നിന്നില്ലേ? വാ മോനെ, നമ്മുടെ കുടുംബത്തിന്റെ ശക്തി എന്താന്ന് അവളെ കാണിച്ചിട്ട് തന്നെ കാര്യം. അമ്മേ, ഇവരൊക്കെ ഇവരുടെ ദേഷ്യത്തിന് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങുവാണോ? എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ? ഈ നിലത്ത് കിടക്കുന്ന പേപ്പറുകള്. പ്രീതി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാനല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാര്യം രോഹിത് ഒരിക്കലും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്താ അവനറിയില്ല എന്നൊക്കെ പറയാൻ? അത്രയ്ക്കുണ്ട് പ്രീതിയുടെ സാമർഥ്യം. രോഹിത്തും മറ്റു ചെറുപ്പക്കാരെ പോലെ പ്രേമത്തിൽ മയങ്ങി നമ്മളെയൊക്കെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടാവാം. സ്വന്തമായി ബിസിനസ് ചെയ്ത് മുന്നേറണമെന്ന് വെച്ച് പ്രീതി പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ സമ്മതിക്കുന്നതും ആവാം. എന്നാ പ്രേമിച്ചവൾക്ക് വേണ്ടി ജന്മം നൽകിയവരെയും വളർത്തിയവരെയും വിഷമിപ്പിക്കുന്ന തരത്തിലൊന്നും ഞാൻ വളർത്തിയ മകൻ വഴിതെറ്റിപ്പോവില്ല. ചെറുപ്രായത്തിൽ തുടങ്ങി അവനെ ഒരുപാട് ഊട്ടി വളർത്തിയതുകൊണ്ട് അവൻ
അവനോടുള്ള എന്റെ വിശ്വാസം ഒരിക്കലും നശിച്ചു പോയിട്ടില്ല. ആ ശരി ആനന്ദ, നീ പറഞ്ഞതുപോലെ തന്നെ പ്രീതി ചെയ്ത ഈ കാര്യം രോഹിത്തിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. നമുക്ക് പറയാലോ, എന്നെങ്കിലും ഒരു ദിവസം അവന്റെ ഭാര്യ എങ്ങനത്തോളാണെന്ന് അവൻ അറിഞ്ഞിരിക്കണമല്ലോ. അവൻ ആഗ്രഹിച്ച് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന പെണ്ണിനെ നായബുദ്ധിയാണോ കഴുത ബുദ്ധിയാണോ എന്ന് അവനും കൂടെ അറിയട്ടെ. അങ്ങനെ ചെയ്ത അവരുടെ ഇടയിൽ വഴക്ക് മാത്രമേ ഉണ്ടാവൂ. അവർക്കിടയിൽ ഒരു വിള്ളലുണ്ടാവാൻ ഇതൊരു വലിയ കാരണമാകും. അങ്ങനെ ആയാലിപ്പെന്താ? അവര് രണ്ടുപേരും അവിടെ വഴക്കിട്ടോണ്ടിരുന്ന തന്റെ സെലക്ഷൻ തെറ്റായി പോയെന്ന് കരുതി രോഹിത് അവിടെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് നമുക്കിവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അവൻ കല്യാണം കഴിച്ചതുകൊണ്ടും അവന്റെ ഭാര്യ തെറ്റ് ചെയ്തതുകൊണ്ടും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അവനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എന്ന് വെച്ചാ അവൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി നിൽക്കണമെന്നാണോ? ആനന്ദ, അന്ന് പ്രീതിയെ പ്രണയിച്ചെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് വിളിച്ചപ്പോഴായിരുന്നാലും ശരി, നല്ല രീതിയിൽ നമ്മുടെ കൊച്ചുമോൾക്ക് മഞ്ഞൾ നീരാട്ട് നടത്തുമ്പോൾ ഇവിടെ വന്ന് നമ്മുടെ സ്വത്തിൽ പങ്കുവേണമെന്ന് വഴക്കുണ്ടാക്കുമ്പോഴും ശരി, പ്രീതിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ അവൻ വിഷമിക്കുമല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും നീ തടുത്തു. എന്തിന്? അവന് മാത്രമേ ഈ വിഷമമൊക്കെ ഉള്ളോ? അവളിങ്ങനെ അപമാനിക്കുമ്പോ എന്റെ അന്യന് വിഷമം ഉണ്ടാവില്ലേ? ഈ കുടുംബത്തിന് മൊത്തം വിഷമം ഉണ്ടാവില്ലേ? പറയാനെന്താ? നമുക്കതില് വിഷമമുണ്ടാവാൻ ചേട്ടാ. പക്ഷെ രോഹിത് വയറ്റിൽ കിടക്കുമ്പോ ചേച്ചിയുടെ പ്രസവ സമയത്ത് ആ പ്രസവം വളരെ കഠിനമാണെന്ന് ഡോക്ടർ പറയുമ്പോ എന്റെ ചേച്ചി അനുഭവിച്ച ആ പ്രസവ വേദനയെക്കാളും ഇന്നവന്റെ ഭാര്യ കാരണം എനിക്കുണ്ടായ വേദന അത്ര വലുതൊന്നും അല്ലല്ലോ ചേട്ടാ. നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ തൊഴുതുകൊണ്ട് പറയുക, ഈ കാര്യം ഇവിടെ വെച്ച് എല്ലാരും മറന്നേക്കണം. എവിടെ വെച്ചും ആരോടും ഈ വിഷയത്തെപ്പറ്റി ഇനി സംസാരിക്കാനേ പാടില്ല. അപ്പോ ശരി ആനന്ദ, ഞാൻ ഇറങ്ങാൻ പോവാണ്. ചേട്ടാ ഒന്നവിടെ നിൽക്കൂ. ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളോടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എന്റെ അടുത്ത് എന്ത് പറയാനാ എന്താ ഉള്ളത്? എന്തിനു പറ്റിയ? ഞങ്ങളുടെ ദർശനെ കുറിച്ച് എന്താ ചേട്ടന്റെ അഭിപ്രായം? ദർശനെ കുറിച്ച് എന്താ പറയാ? അവൻ നല്ലൊരു പയ്യനല്ലേ? ഞങ്ങളുടെ ദർശനെ ചേട്ടന് മരുമകനായി സ്വീകരിക്കാൻ സാധിക്കും. ആനന്ദ, നീ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടന്റെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, അവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അന്വേഷിച്ചു നോക്കിയപ്പോ നാളെ നല്ല ദിവസമാണെന്ന് കേട്ടു. നാളെ തന്നെ നിങ്ങളുടെ വീട്ടില് ഞങ്ങൾ പെണ്ണ് ചോദിക്കാൻ വരട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താ അമ്മ ഇത്?
ചേട്ടനെ അവരുടെ വീട്ടിലെ മരുമകനാക്കാൻ പറ്റുമെന്ന് ചോദിച്ചതിന് നമ്മളോട് ഒരു മറുപടിയും പറയാതെ പോയിട്ട് വരാമെന്നും പറഞ്ഞ അങ്കിള് പോയല്ലോ. നിന്റെ അമ്മ പറഞ്ഞ കാര്യം കേട്ടിട്ട് അത്രയും സന്തോഷമായി നിൽക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റാഞ്ഞിട്ടാവും. ഇതേട്ടാ എന്താ ചേട്ടാ വല്ലാതെ ഇരിക്കുന്നേ? ഈ ലോകത്ത് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ടോ അത്രയും രാക്ഷസന്മാരും ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. എന്ന് ഞാൻ ഇന്നത് നേരിട്ട് കണ്ടു. എന്താ അച്ഛാ പറ്റിയേ? ആരെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആനന്ദ ഭൈരവിയുടെ മൂത്ത മരുമകൾ പ്രീതിയെക്കുറിച്ച് തന്നെ. അതിന് അവളെന്താ ചെയ്തേ? അതവരുടെ ഫാമിലിയുടെ പേഴ്സണൽ വിഷയാ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തെറ്റ് തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവരെ സഹായിക്കണമെന്നുള്ള നല്ല മനസ്സോടെ ആനന്ദഭൈരവി ആ പ്രീതിക്കും രോഹിത്തിനും പൈസ കൊടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവരെ നാണം കെടുത്തുക ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ കുടുംബത്തെ നാണം കെടുത്തുക ചെയ്തത്. ശരി, ഇത്രയൊക്കെ ചെയ്തിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചേ. തിരിച്ചു കൊടുത്തതോ വെറും കടലാസ് കഷ്ണങ്ങളും. അവരുടെ പൈസ മുഴുവൻ എടുക്കുകയും ചെയ്തു, യാതൊരു സഹായം ചെയ്യാത്ത മാതിരി സംസാരിക്കുകയും ചെയ്തു. എല്ലാവരെയും മനുഷ്യത്വത്തോടു കൂടെ കണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആ മനസ്സ് ആനന്ദ ഭൈരവിക്കുണ്ട്. ആ പ്രീതിയെ മാത്രമേ ഇങ്ങനെ അകറ്റി നിർത്തുന്നുള്ളൂ. അപ്പോ ആ പെണ്ണിന്റെ മനസ്സ് എങ്ങനെയായിരുന്നെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയായിരിക്കുന്ന എനിക്ക് തോന്നുന്നേ. ആ പിന്നെ ഗീത, നാളെ നമ്മുടെ മോളെ പെണ്ണ് കാണുന്നതിന് വേണ്ടിയിട്ട് ചെക്കൻ വീട്ടുകാർ വരുന്നുണ്ട്. അച്ഛനെന്താ പറഞ്ഞേ? ചേച്ചി പെണ്ണ് കാണാൻ വരുന്നെന്നോ? ആരാ അച്ഛാ അവര്? അവരേത് കുടുംബത്തിന്നാ വരുന്നത്? അച്ഛാ, നിങ്ങളോട് എനിക്ക് ചെറുക്കനെ നോക്കാൻ പോകുന്നു പറഞ്ഞപ്പോ തന്നെ എന്റെ ടേസ്റ്റ് എന്താ, കണ്ടീഷൻസ് എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞു. നാളെ വരാൻ പോകുന്ന ആളുകളൊക്കെ അതിന് മാച്ച് ആവുമല്ലോ അല്ലേ? നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും പണക്കാരാണ് മോളെ അവര്. അത് ശരി, എവിടെന്നാന്നൊന്ന് പറഞ്ഞേ. ആനന്ദ ഭൈരവിയുടെ കുടുംബം. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അതെ ഗീതേ, ആനന്ദ ഭൈരവി തന്നെ അവരുടെ മകനെ നമ്മുടെ മരുമകനാക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അവര് നിങ്ങളോട് തന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്യമോള് ശരിക്കും ഒരുപാട് ഭാഗ്യം ചെയ്തവൾ തന്നെയാ. അച്ഛാ, അവര് ചേച്ചിയെ അവരുടെ വീട്ടിലെ മരുമകളാക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ശരിയെന്ന് പറഞ്ഞു വന്നു. എന്നാ അതിന്റെ കൂടെ ആ ചേട്ടന്റെ ഫോട്ടോ കൂടി വാങ്ങിയിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ കാണായിരുന്നല്ലോ. ആനന്ദ ഭൈരവിയുടെ മനസ്സ് എത്ര വലുതാണെന്ന് അറിയില്ല നിനക്ക്? അറിയാം, നല്ല വലിയ മനസ്സാ, നല്ല ശുദ്ധമായ മനസ്സാ. ആ പയ്യനും അതുപോലെ ആനന്ദ ഭൈരവിയുടെ മനസ്സ് പോലെ സൗന്ദര്യമുള്ളവനാവും. നാളെ എന്തായാലും പെണ്ണ് കാണാൻ വരികയല്ലേ, അപ്പൊ കണ്ടു നോക്ക്. ചേച്ചി, ഇതേ നാളേക്ക് എന്തൊക്കെ വാങ്ങണോ അതിന്റെ ഒക്കെ ലിസ്റ്റ് എഴുതിത്താ, ഞാൻ വാങ്ങിട്ട് വരാം. ശരി ശരി, എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ ഇപ്പൊ തന്നെ ലിസ്റ്റ് ഇടാം. സമീര, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. നീ ഒന്നും എന്നോട് പറയണ്ട.
ഇത്രയും കാലം നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ പറ്റിക്കപ്പെടുമായിരുന്നു. എനിക്ക് മതിയായി. ഞാൻ തിരിച്ചു പോകുക. സമീര, അങ്ങനെയൊന്നുമല്ല. നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ വിശ്വസിച്ചു. നീ പറഞ്ഞ ഓരോ ഐഡിയയും ഞാൻ ഫോളോ ചെയ്തു. എന്നാ ഒരു തവണ പോലും നമ്മൾ സക്സസ് ആയത് പോലുമില്ല. സമീര, ഞാനെന്തോ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്ത പോലെയാണല്ലോ നീ പറയുന്നേ. സിറ്റുവേഷൻസ് അങ്ങനെ ആവുന്നു, അത്രേ ഉള്ളൂ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ബിലീവ് മീ. ആനന്ദ, ആനന്ദ,